കാണുന്നത് ആതിരപ്പള്ളി വാട്ടർഫാൾസ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകളാണ്. എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, ആതിരപ്പള്ളി വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂർ ജില്ലയിലാണ്. നമ്മൾ പോകുന്ന റൂട്ട് കാലടിയിൽ നിന്നും തിരിഞ്ഞ് ഏഴാറ്റുമുഖം എണ്ണപ്പന പ്ലാന്റേഷൻ വഴിയാണ്. ഈ കാണുന്നത് എണ്ണപ്പനയാണ്. ചാലക്കുടി പുഴയാണ് അതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്നത്. ഇപ്പോൾ കണ്ട പാലം വെറ്റിലപ്പാറ പാലമാണ്. ഈ പാലം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് സിൽവർ സ്റ്റോൺ വാട്ടർ തീം പാർക്കാണ്. ഇവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞാണ് ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്ക് പോകേണ്ടത്. ഈ കാണുന്ന ചെക്ക് പോസ്റ്റിൽ നിന്നും നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ട ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കുള്ള മെയിൻ എൻട്രൻസ് ഇവിടെയാണ്. ഈ കാണുന്ന മെയിൻ ഗേറ്റിൽ നിന്ന് വേണമെങ്കിലും ടിക്കറ്റ് എടുക്കാവുന്നതാണ്. 50 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് റേറ്റ്. നേരത്തെ കണ്ട മെയിൻ ഗേറ്റിൽ നിന്നും ഏകദേശം 200 മീറ്ററോളം നടന്നാണ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത്. നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയിൽ ഇരു സൈഡിലും നിറയെ മരങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഇരിപ്പിടങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മൾ നടന്ന് ഏകദേശം വാട്ടർഫാൾസിന് അടുത്ത് എത്താറാകുമ്പോൾ ഒരു കഫ്റ്റീരിയ ഉണ്ട്. നമ്മൾ നടന്ന് നേരെ എത്തുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്താണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇതിൻ്റെ ടോപ്പിലാണ്. നമ്മൾ ആക്ച്വലി പോയത് മാർച്ച് മാസത്തിലാണ്, അതുകൊണ്ട് തന്നെ വെള്ളം കുറവായിരുന്നു. ഇതിപ്പോൾ വേനലായതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. മഴക്കാലത്ത് ഇവിടെ വളരെ ശക്തിയിലാണ് നിറഞ്ഞൊഴുകുന്നത്. ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇതാ മുകളിൽ നിന്നും കാണാം, അതുപോലെ തന്നെ താഴെ നിന്നും കാണാൻ പറ്റും. ഇപ്പം നമ്മൾ നടന്നു പോകുന്നത് താഴേക്കാണ്. ഈ വഴിയിലൂടെ നടന്നു പോയാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. താഴേക്ക് നടന്നു പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് കുത്തനെയുള്ള ഇറക്കമൊക്കെ ഉണ്ട്. പോകുന്ന വഴിയിൽ ഇതുപോലെ കുരങ്ങന്മാരെയൊക്കെ ധാരാളം കാണാൻ സാധിക്കും. ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്ത് നിന്നുള്ള കാഴ്ച. മഴ സീസണിലാണെങ്കിൽ ഈ കാണുന്ന പാറ ഫുള്ളായിട്ട് നിറഞ്ഞൊഴുകുന്നത് കാണാം. ഒരു പ്രാവശ്യമെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണിത്. അത്രയും അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫാൾസൊക്കെ കണ്ടിറങ്ങി. ഈ കാണുന്നത് വാഴച്ചാൽ ചെക്ക് പോസ്റ്റാണ്. നമ്മളിപ്പോൾ മലക്കപ്പാറ ഭാഗത്തേക്കാണ് പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ട വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ മാത്രമാണ് ഈ റൂട്ടിൽ യാത്ര ചെയ്യാൻ അനുവാദമുള്ളത്. കേരളത്തിലെ മനോഹരമായ കാനനപാതകളിൽ ഒന്നാണ് ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ട്. ആനകൾ ധാരാളം ഇറങ്ങുന്ന റൂട്ട് കൂടിയാണത്. നേരത്തെ ഈ റോഡ് കുറച്ച് ഭാഗം മോശമായിരുന്നു, ഇപ്പോൾ റോഡെല്ലാം നന്നാക്കിയിട്ടുണ്ട്. വനത്തിലൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഈ റൂട്ട് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്നും ഏകദേശം ഒരു 40 കിലോമീറ്റർ ദൂരമാണ് മലക്കപ്പാറയിലേക്കുള്ളത്. മലക്കപ്പാറ ചെന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഇനി പറമ്പിക്കുളത്തേക്കാണ് പോകുന്നത്.
കൊല്ലം ട്രിവാൻഡ്രം ഭാഗത്തുള്ളവർക്ക് പറമ്പിക്കുളത്തേക്ക് പോകുന്നതിന് തിരഞ്ഞെടുക്കാൻ പറ്റിയ നല്ലൊരു റൂട്ടാണിത്. 2 ദിവസത്തെ ട്രിപ്പ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതായത് ആതിരപ്പള്ളി വാട്ടർഫാൾസൊക്കെ കണ്ട് ഈ റൂട്ടിലൂടെ പറമ്പിക്കുളത്ത് ചെന്ന് സ്റ്റേ ചെയ്യാം. പറമ്പിക്കുളത്ത് സ്റ്റേ വനത്തിനുള്ളിലാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റേ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നും പറമ്പിക്കുളത്തെ മറ്റ് വിശേഷങ്ങളും എല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഈ റൂട്ട് സെലക്ട് ചെയ്താൽ നമുക്ക് ആതിരപ്പള്ളി കാട്ടിലൂടെയുള്ള യാത്രയും അതുപോലെ തന്നെ വാൾപ്പാറയിലെ തേയിലത്തോട്ടമൊക്കെ കണ്ട് വൈകുന്നേരത്തോടു കൂടി പറമ്പിക്കുളത്ത് എത്താൻ പറ്റും. തീർച്ചയായും നല്ലൊരു യാത്രയായിരിക്കും ഈ റൂട്ടിലൂടെയുള്ളത്. നമ്മൾ പോകുന്ന വഴിക്കുള്ള നല്ലൊരു വ്യൂ പോയിൻ്റാണ് കാണുന്നത്. ഈ റൂട്ടിലൂടെ KSRTC ബസ് സർവീസ് നടത്തുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. പറമ്പിക്കുളത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്